പ്രേക്ഷകർക്ക് നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതോടുകൂടി നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷിന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം കൈയടിക്കുക. മലയാളികളുടെ പ്രിയപ്പെട്ടവരായിട്ട് വി രാജേഷ് മാറിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആർക്കെങ്കിലും ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല. ആ ചിന്ത വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രന് ആറ്റുകാൽ പൊങ്കാല നടത്തിയതിനെ കുറിച്ച് വലിയ ബോധമില്ലാത്തത് കൊണ്ടാ, വലിയ അറിവില്ലാത്തത് കൊണ്ടാ. ഞാൻ അത്തരത്തിലുള്ള ഒരു ഉദാഹരണം എടുത്തത് മുന്നോട്ട് വെക്കാം. ആര്യ രാജേന്ദ്രന് കോവിഡ് സമയത്ത് എങ്ങനെയായിരുന്നു ആറ്റുകാൽ പൊങ്കാല നടത്തിയതും കക്കലും മുക്കലും ഒക്കെ നടത്തിയത് എന്നത് ഇത് ഞാൻ പറയല്ല, നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. പ്രത്യേകം എടുത്തു പറയാണ്, ഞാൻ കേരള കൗമുദിയുടെ വന്നിട്ടുള്ള വാർത്തയാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. മറ്റൊന്നല്ല, മാതൃഭൂമി ഉൾപ്പെടെയുള്ളതിൽ ആര്യ രാജേന്ദ്രൻ എന്താണ് ഇതിന് മറുപടി കൊടുത്തത് എന്ന് വരാത്തത് കൊണ്ടാണ്. കൃത്യമായിട്ട് കേരള കൗമുദിയിൽ ആര്യ രാജേന്ദ്രന്റെ മറുപടി പോലും ഉണ്ട്. ഞാൻ അതും കൂടിയാണ് എടുത്ത് വായിച്ചു കേൾപ്പിക്കുന്നത്. മൊത്തമായിട്ടൊന്ന് കേട്ട് കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രനേക്കാളൊക്കെ എത്രത്തോളം മികച്ചൊരു മേയറാണ് വി രാജേഷ് എന്ന് മലയാളികൾ ഒന്നടക്കം തിരിച്ചറിയും. കോവിഡ് സമയത്ത് ഈ ആര്യ രാജേന്ദ്രൻ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കേരള കൗമുദിയിൽ വന്നിട്ടുള്ള വാർത്തയാണ്. ആറ്റുകാൽ പൊങ്കാല വിവാദം. ആറ്റുകാൽ പൊങ്കാല ശുചീകരണത്തിന് ടിപ്പർ ലോറികൾ വാടകയ്ക്കെടുത്ത സംഭവത്തിലായിരുന്നു ആദ്യ വിവാദം. കോവിഡ് കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വീടുകളിലാണ് ഭക്തർ പൊങ്കാല അർപ്പിച്ചത്. പൊങ്കാലയ്ക്ക് ശേഷം മാലിന്യം നീക്കം ചെയ്യാനെന്ന പേരിൽ 21 ടിപ്പർ ലോറികൾ വാടകയ്ക്ക് എടുത്തതായാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ രേഖകളിൽ ഉള്ളതെന്നാണ് ആരോപണം. ലോറികൾക്ക് വാടകയായി 3,57,800 രൂപ ചെലവഴിച്ചതായാണ് പറയപ്പെടുന്നത്. ഇതേ ദിവസം ശുചീകരണ തൊഴിലാളികൾക്ക് പൊറോട്ടയും ചിക്കനും വാങ്ങി നൽകിയെന്ന പേരിലും 1,00,000 രൂപയുടെ ബില്ലുണ്ടാക്കി. വിവാദമായതോടെ ബില്ലുകൾ പാസ്സാക്കുന്നത് തടഞ്ഞുവെച്ചു. പൊങ്കാല വിവാദം കടുത്തതോടെ വിശദീകരണവുമായി മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തി. പൊങ്കാലയ്ക്ക് ശേഷം 28 ലോഡ് മാലിന്യം കോർപ്പറേഷൻ നീക്കം ചെയ്തുവെന്നും ഇതിനാണ് 3,57,800 രൂപ ചെലവഴിച്ചതെന്നും മേയർ സ്ഥിരീകരിച്ചു. ക്ഷേത്രവളപ്പിൽ 5000 പേരെ പങ്കെടുപ്പിച്ച് പൊങ്കാല നടത്താനായിരുന്നു ആദ്യ തീരുമാനം. അതിനനുസരിച്ചുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് 21 ലോറികള് ഏർപ്പെടുത്തിയതും അതിന് വാടക മുൻകൂർ അനുവദിച്ചതും. ഏറ്റവും ഒടുവിലാണ് വീടുകളിൽ പൊങ്കാല മതിയെന്ന് തീരുമാനിച്ചത്. അതോടെയാണ് പൊങ്കാല മാലിന്യങ്ങൾക്കൊപ്പം പൊതുമാലിന്യങ്ങളും ഈ ലോറി ഉപയോഗിച്ച് നീക്കാൻ തീരുമാനിച്ചതെന്നായിരുന്നു ആര്യ രാജേന്ദ്രന്റെ വിശദീകരണം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നിരവധി ആളുകൾ പരാതികളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ, നടക്കാത്ത പൊങ്കാലക്ക് പോലും 3,00,000-ലധികം രൂപയുടെ കണക്കുണ്ടാക്കിയിട്ടുള്ള ഒരു മേയറ ആര്യ രാജേന്ദ്രൻ. മാധ്യമങ്ങൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഈ ആറ്റുകാൽ പൊങ്കാല വിവാദമൊക്കെയായി ബന്ധപ്പെട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ സകല ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ കാണാൻ സാധിക്കും. അതായത് ആര്യ രാജേന്ദ്രന്റെ കാലത്ത് ഈ കോവിഡ് വന്ന സമയത്ത് വീട്ടിൽ പൊങ്കാല നടത്തിയതിന് പോലും ലക്ഷക്കണക്കിന് രൂപ എഴുതിയിട്ടുണ്ട്. പൊറോട്ട ചിക്കൻ വാങ്ങുന്നതിന് പോലും കണക്ക്. അത്തരത്തിൽ കട്ടുമുടിച്ച് രീതിയിലായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ആര്യ രാജേന്ദ്രനൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. അത് ജനം തിരിച്ചറിഞ്ഞു. വലിയ ഈ കക്കല് മുക്കല് എന്നുള്ളത് കൃത്യമായിട്ട് ജനത്തിന് പെട്ടെന്ന് മനസ്സിലായി. ഈ ഒരൊറ്റ വാർത്ത കേട്ടാൽ പോലെ എത്രത്തോളം രീതിയിലായിരിക്കും അവിടെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടന്നത് എന്ന്. ഇതൊക്കെ വാർത്ത വന്നത് അല്ലാതെ എന്തൊക്കെ ഉണ്ടാവും? ഇതൊക്കെ മലയാളികൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. ഇതൊക്കെ തിരിച്ചറിയുന്ന ബോധമുള്ള വിവേകമുള്ള മലയാളികളാണ് വി രാജേഷിന് കൈയടിക്കുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് ഇടപെടൽ നടത്തുക. അദ്ദേഹം ഇടപെടുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന്
ജനങ്ങൾക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത് എടുത്തു പറയാനുള്ള ഒരു കാരണമുണ്ട്. ഈ ആര്യ രാജേന്ദ്രൻ എന്ത് ചെയ്താലും ഈ പറയുന്ന തരത്തിൽ ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ജനങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. വി രാജേഷ് പാർക്കിംഗ് വിഷയത്തിൽ ഇടപെട്ടത് കേരളം ഒന്നടങ്കം കണ്ടില്ലേ? 400, 500, 700 രൂപയൊക്കെ പാർക്കിംഗ് വാങ്ങുക, ഒരു ദിവസേ പാർക്കിംഗ് ഫീ വാങ്ങുക. ഇതിലിടപെട്ടില്ലേ? വ്യക്തമായിട്ട് ഇടപെട്ടില്ലേ? വെള്ളം മുട്ടിക്കാൻ നോക്കിയില്ലേ? ഇടപെട്ടില്ലേ? ഓരോ റോഡ് നിർമ്മാണം 10-20 ദിവസം മുമ്പ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചില്ലേ? ഓരോ ദിവസവും മേയർ 10 കഴിഞ്ഞ ഈ അധികാരത്തിൽ മേയർ എത്തിയ സമയം മുതൽ രാത്രി 11 മണി വരെയൊക്കെ നാടിന് വേണ്ടി പ്രവർത്തിക്കുക. കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. പ്രത്യേകം ഓർമ്മ വേണോ, ഈ വി രാജേഷൊക്കെ അധികാരത്തിലേറിയ സമയം മുതൽ ആറ്റുകാൽ പൊങ്കാലയാ ഉയർത്തിപ്പിടിച്ചത് നിരവധി തവണ. നമുക്കറിയാം ഇത് മലയാളികൾ ഒന്നടങ്കം ഇതൊക്കെ തിരിച്ചറിയാം. ഒരു ഭാഗത്ത് കക്കലും മുക്കലും കട്ടുമുടിക്കലും ആയിട്ടാ കഴിഞ്ഞ തവണത്തെ മേയറൊക്കെ മുന്നോട്ട് പോയത്, മേയറും സംഘവും. ഇത് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ മലയാളികൾ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം ജനത കൃത്യമായിട്ട് മനസ്സിലാക്കിയ തിരുവനന്തപുരം ജനത BJP അധികാരത്തിലെത്തിച്ചു. കോർപ്പറേഷൻ അധികാരം BJPക്ക് കൊടുത്തു. ജനങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് വി രാജേഷ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നായശല്യം എന്ന് പറഞ്ഞ എത്ര വലിയ, ഇതൊരു അടിസ്ഥാനപരമായി ഏതൊരു മനുഷ്യന് വേണ്ടി ഒരു ആവശ്യമില്ല. ഒന്ന് റോട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് കേരളം ഭരിച്ചത് ഇടത് സർക്കാർ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത് ഇടത് സംവിധാനം, ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തില്. ഇവർക്കൊക്കെ നിരന്തരം പരാതികള് സാധാരണക്കാരെ കൊടുത്തിട്ട് അതിന് പുല്ല് വില കൽപ്പിച്ചു. ഒരു പട്ടി ശല്യം പോലും തീർക്കാൻ ഈ പറയുന്ന കോർപ്പറേഷന്, ഈ പറയുന്ന ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തില് നടക്കാത്തത് കൊണ്ടല്ലേ തിരുവനന്തപുരം ജനതയെടുത്ത് ഇടതുപക്ഷത്തെ എടുത്ത് ആറ്റിലേക്കെറിഞ്ഞത്? ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ വി രാജേഷ് വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുത്ത് സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ടിട്ട് സുന്ദരമായ രീതിയിൽ ആറ്റുകാൽ പൊങ്കാല നടത്തി കൃത്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയെന്ന് ജനങ്ങൾക്ക് തോന്നുന്ന ഒരു ഭരണ സംവിധാനം തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞു. മലയാളികൾ ഒന്നടങ്കം ഇതേ ഒരു ഭരണം കേരളം ഒന്നടങ്കം വരണമെന്ന് ആഗ്രഹിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സാധാരണക്കാർക്ക് വീട് കൊടുക്കുന്നത് വയനാട്ടിൽ നിന്ന് പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെ പ്രതീക്ഷിച്ചുകൊണ്ട് കത്തുകൾ വരിക, അതിന് മറുപടി കൊടുത്തു. ആ സാധാരണക്കാർക്ക് വീട് കൊടുക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തയ്യാറായി. ഇതൊക്കെയല്ല ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്. ഇത് കേരളം ഒന്നടങ്കം BJP ഭരിക്കട്ടെ എന്ന് ഒരുപാട്, അത് BJPക്കാർ മാത്രമല്ല, അത് നിഷ്പക്ഷ സമൂഹം വലിയ രീതിയിൽ നെഞ്ചേറ്റി കഴിഞ്ഞു. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ആറ്റുകാൽ പൊങ്കാലക്കെത്തിയത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായൊരു ആറ്റുകാൽ പൊങ്കാലക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് വി രാജേഷ്. അദ്ദേഹത്തിന് വലിയ രീതിയിൽ കയ്യടി കൊടുക്കുന്നു. ഇതിന്റെയൊക്കെ റിസൾട്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാവുമെന്നുള്ളതിൽ ഒരാൾക്കും ഒരു തർക്കവും വേണ്ട.